അപ്പോൾ നമ്മുടെ ഇന്നത്തെ യാത്ര ഇഞ്ചക്കാട് ആയിരവല്ലിപ്പാറയിലോട്ടാണ്. ഇതിൻ്റെ ലൊക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇഞ്ചക്കാട് വന്നിട്ട് ഇച്ചിരി ഫ്രണ്ടിലോട്ട് പോയി അവിടെ നിന്ന് ലെഫ്റ്റ് കയറിയാൽ പോകുന്നത്. അപ്പോൾ ഞാൻ കൃത്യമായിട്ട് ലൊക്കേഷനൊക്കെ മെൻഷൻ ചെയ്യാം. അപ്പോൾ നമുക്കിനി അവിടെ ചെന്നിട്ട് ബാക്കി വീഡിയോകളൊക്കെ കാണാം കേട്ടോ. ഏകദേശം ഈ പോയിന്റിൽ നിന്നിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. കണ്ടില്ലേ, ഇതുവഴി മേപ്പോട്ടൊരു വഴിയുണ്ട്. ഇത് നടന്നതിൻ്റെ ടോപ്പിൽ ചെല്ലണം. പിന്നെ അവിടെ എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ കാണിക്കുന്നത്. നമ്മുടെ ഇഞ്ചക്കാട് ഭാഗത്താണ് ഈ ആയിരവല്ലിപ്പാറ സ്ഥിതി ചെയ്യുന്നത്. ഇപ്പോൾ ഒരാൾക്ക് മാത്രം കഷ്ടിച്ച് നടന്നു പോകുന്ന ഒരു നടപ്പാതയാണ് മുകളിലോട്ടുള്ളത്. അപ്പോൾ സൂക്ഷിച്ച് തന്നെ നടക്കണം. കാട് പോലൊക്കെ ഉണ്ട്. അപ്പോൾ ആളുകളെല്ലാവരും ഒരു ജാഗ്രതയോടുകൂടി വേണം ഇവിടെ വന്ന് പോകാനൊക്കെ ഉണ്ട്. പിന്നെ ഈ സൈഡ് വഴി കയറി ഇതിൻ്റെ മുകളിലോട്ട് പോകണം. ഭയങ്കര ഒരാൾക്ക് പോകാനുള്ള വഴിയേ ഉള്ളൂ. അപ്പോൾ ഈ ചേരയോ പാമ്പോ വല്ലതും കൊണ്ടോ തറ നോക്കി സൂക്ഷിച്ചേ നടന്നു പോവുള്ളൂ കേട്ടോ. ഇതുവഴി സൂക്ഷിച്ച് നടന്ന് പോവാം. ഇതുവഴി ഇതൊക്കെ വഴികൾ കണ്ടുപിടിക്കാനാ പാട്. മൊത്തം കാടാ. അതുകൊണ്ട് ഇതാണ് നമ്മുടെ പാറ. നല്ല രസമുണ്ട്. പക്ഷേ ഈ ഉച്ച സമയത്തൊന്നും വരല് വെയിലടിച്ച് ഉപ്പാട് വരുമല്ല അവൻ്റെ. നൈസ് ഏരിയ അത്. അതിൻ്റെ റബ്ബറും തോട്ടത്തിനിടയിൽ കൂടെ ഇവിടെയൊക്കെ നിൽക്കുമ്പോൾ നല്ല രസമാണ്. വഴിയെ കണ്ടാൽ ക്ലിയർ വഴി. കൊള്ളാമല്ലേ, ഷൂട്ടിങ്ങിനൊക്കെ കൊള്ളാം കേട്ടോ. ഇനി ഇവിടെ നിന്നത് മുകളിലോട്ട് കുത്തനെ നടക്കുന്ന വഴിയാണ്. ഇത് നമ്മൾ കയറി ഇതിൻ്റെ ടോപ്പിൽ ചെല്ലണം. അപ്പോൾ നമ്മൾ ഇതുവഴി ഒരു ട്രക്കിംഗ് ആയിട്ട് പോകുന്നവർക്ക് വേണമെങ്കിൽ ഇതുവഴി നടന്ന് കയറാം അതിൻ്റെ ടോപ്പിലേക്ക്. ശരിക്കും റിസ്ക്കാണ്. അവനെൻ്റെ സ്വന്തം റിസ്ക്കിലേ കയറിപ്പോവുള്ളൂ. നല്ല ഡിസ്റ്റൻസ് ഉണ്ട്, കാണുന്ന പോലല്ല. അപ്പം ഇച്ചിരി പ്രായമുള്ളവരെ കൊണ്ടൊന്നും ഇങ്ങോട്ട് വരരുത്. കയറാൻ പറ്റത്തില്ല. കയറി അങ്ങനെ പോകാൻ പാടായിരിക്കും. എന്നാലും കുഴപ്പമില്ല. ഇച്ചിരി ടഫ് ടാസ്ക്. ഈ സൈഡ് വഴി കയറി ഇനി നമ്മൾ ഈ സൈഡിൽ കൂടെ കയറിയിട്ട് വേണം ആ കോർണർ പോയിന്റിൽ നിന്ന് മേലോട്ട് പോവാം. നമ്മൾ ഡയറക്റ്റ് കയറിയില്ല, അല്ലാതെ ഇപ്പോൾ കയറാൻ പോവാം. ഇവിടെ നിന്നൊക്കെയുള്ള വ്യൂ എൻ്റെ മോനെ സിനിമ എടുക്കുക. അമ്മാതിരി സാധനമാണ്. കണ്ടോ ദൂരെയുള്ള വ്യൂ കണ്ടോ. അതുകൊണ്ടോ അവിടെ കൊട്ടാരക്കര വരും. ഈ സൈഡിൽ എന്താ പത്തനംതിട്ടയ്ക്കാന്ന് തോന്നുന്നു, എനിക്കറിയത്തില്ല. ഏതായാലും കുറേ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ഇത് കാണുമ്പോൾ നമുക്കൊന്നും മനസ്സിലാവുന്നില്ല കേട്ടോ. എന്തായാലും ഫൈനലി നമ്മളിപ്പം ഈ പാറയുടെ മേളിലെത്തിയിട്ടുണ്ട്. കണ്ടോ, ഇതിനകത്ത് വെള്ളം കിടക്കുന്നുണ്ടോ. ഇത് കണ്ടോ, ഇവിടെ ഒരു അമ്പലമൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് ഇഞ്ചക്കാട് ശിവൻ്റെ ആയിരവല്ലി രൂപമാണ് ഈ മലമുകളിലെ ക്ഷേത്രമായിട്ട് ഇരിക്കുന്നത്. ഇതാണ് ഇവിടുത്തെ ക്ഷേത്രം. ഇതിൻ്റെ മുകളിൽ നിന്നുള്ള നല്ല കിടിലം വ്യൂ ആണ് ഫുൾ ഏരിയയിലോട്ട്. സത്യം പറഞ്ഞാൽ നമ്മൾ രാവിലെ ഇവിടെ വരണം. സൺസെറ്റ് കാണാത്തക്ക രീതിയിൽ രാവിലെ വരണം. കണ്ണത്താ ദൂരത്ത് മലകളെ, വലിയ മലനിരകൾ, നല്ല 360-യിലായിരിക്കും നമുക്ക് വ്യൂ. ആ സൈഡിലൊരു ക്ഷേത്രമുണ്ട്. പിന്നെ ഈ സൈഡിൽ കണ്ടോ കുറേ കാടും പടലും പോലെ പാറയിൽ കയറി കിടപ്പുണ്ട്. പിന്നെ ഇതിൻ്റെ സൈഡിലൊക്കെ മഴ സമയത്ത് ആരും വന്ന് നിൽക്കല് വഴുക്കലുണ്ടായിരിക്കും. തെന്നി താഴോട്ട് വീണാൽ ഒരു സുഖം കാണത്തില്ല. കണ്ടിട്ട് അതിൻ്റെ ഹൈറ്റ് നല്ല പണിയായിരിക്കും. അപ്പം ഇതാണ് നമ്മുടെ ആയിരവല്ലിപ്പാറ എന്ന് പറയുന്ന സ്ഥലം. അപ്പോൾ എന്താ പറയുന്നത്, ഒരു വന്നേ കൂടാ. അപ്പോൾ അതായത് നമ്മൾ ഫ്രീ ആയിട്ടൊക്കെ ഇരിക്കുന്ന സമയങ്ങളിലൊക്കെ ഇവിടെ വരിക. നമ്മുടെ വീടിൻ്റെ ഏറ്റവും അടുത്തുള്ള സ്ഥലത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. നമ്മുടെ ഇഞ്ചക്കാട് വന്നിട്ട് ലെഫ്റ്റ് കയറി പോകണം. ലെഫ്റ്റ് കയറി ഇച്ചിരി അകത്തോട്ട് വരുമ്പോൾ ആരോട് ചോദിച്ചാലും മതി, പറഞ്ഞു തരും. ഇതിൻ്റെ മേളിലൊരു നല്ലൊരു വ്യൂ പോയിൻ്റാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ 360-യിൽ ഫുള്ള് കാണാൻ ഫുള്ള് മല. ഏതൊക്കെ പോയിൻ്റാണ് ഏതൊക്കെ പോർഷനാണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല. ഫുള്ള് കാണാനൊക്കെ. പിന്നെ ഇതിൻ്റെ മേളിൽ 2 അമ്പലങ്ങളുണ്ട്. ഇതിൻ്റെ ഐതിഹ്യത്തെക്കുറിച്ചൊക്കെ ഞാൻ ഫുള്ള് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതുപോലെ ലൊക്കേഷനും എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഇട്ടേക്കാം. പിന്നെ പറയുകയാണെങ്കിൽ ഇവിടെ മറ്റൊരു കുളമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ അത് കാണാൻ വേണ്ടിയിട്ടാണ് അങ്ങോട്ട് പോകണം. ആ സൈഡിലായിട്ടാണ് ആ കുളമൊക്കെ വരുന്നത്. അപ്പോൾ ഇവിടുന്ന്
കാണുന്നത് നല്ല രസം. മാക്സിമം വരുന്നത് വൈകിട്ടോ അതല്ലെങ്കിൽ രാവിലെയോ. രാവിലെ വരുമ്പോൾ നല്ല വൈബായിരിക്കും. ആ ഒരു കാര്യത്തിൽ ഒരു തർക്കമില്ല. അപ്പം നമുക്ക് ഫുള്ള് കാഴ്ചകളൊക്കെ കാണാം. ഇപ്പം ഇതാണ് നമ്മുടെ പാറയുടെ മേളിലുള്ള ഒരിക്കലും പറ്റാത്തൊരു കുളമെന്ന് പറയുന്നത്. ഇതൊരു മീനിൻ്റെ ആകൃതിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. പിന്നെ ഇതിൽ പണ്ടങ്ങണ്ട് ഐതിഹ്യമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ ഇതിൽ വീണ് കഴിഞ്ഞാൽ ഇത് താഴെ വയലിലൊക്കെ ഉണ്ടാക്കി പോകുന്നൊക്കെ ഇങ്ങനെ കിടന്ന് എനിക്കറിയില്ല ഇതിൻ്റെ ആഴം എത്രയാണോ ഒന്നും അറിയില്ല. കാരണം നമ്മൾ ഇറങ്ങാനും ശ്രമിക്കുന്നത് ഇതൊരിക്കലും പറ്റത്തില്ല. എത്ര കാഠിന്യമേറിയ ചൂടായാലും ഇതൊരിക്കലും പറ്റത്തില്ല. ഇതാണ് നമ്മുടെ ആ കുളം. എനിക്ക് തോന്നുന്നു ഈ ഭാഗത്തൊക്കെ നല്ല ആഴമുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. നമുക്ക് അടിയൊന്നും കാണാൻ പറ്റില്ല. അത്യാവശ്യം കാലം കഴിയണമെങ്കിൽ നമുക്ക് നല്ല ഈ സൈഡിൽ നിന്നിട്ട് വേണേൽ കഴിയാം. നല്ല അടിപൊളി വെള്ളമാണ്. നല്ല തണുപ്പുണ്ട് കേട്ടോ. ഇത്രയും ചൂടുകൊണ്ട് കിടന്നിട്ട് നല്ല തണുപ്പുണ്ട് വെള്ളത്തിന്. പിന്നെ വലിയ ആഴം ഇതിനെക്കുറിച്ച് ഡീറ്റെയിലായിട്ട് അറിയാത്തതുകൊണ്ട് ഞാൻ അങ്ങോട്ട് ഇറങ്ങുന്നില്ല. കാരണം നമ്മുടെ ഭാഗത്തുനിന്നേ നിലതെറ്റി പോയി താഴെ വീണ് കഴിഞ്ഞാൽ നമ്മളെന്തോ ചെയ്യും. അതുകൊണ്ട് തൽക്കാലം അങ്ങോട്ട് ഇറങ്ങുന്നില്ല. ഇവിടെ കണ്ട ലവേഴ്സിൻ്റെ പേരാണോ ഗ്യാങ്ങിൻ്റെ പേരാണോ എന്തോന്ന് അറിയത്തില്ല. അതൊക്കെ കുത്തി വെച്ചിട്ടുണ്ട്. അത് മിക്ക സ്ഥലങ്ങളിൽ ചെല്ലുമ്പോഴേ എനിക്ക് കാണാൻ നോക്കും. കണ്ട എ ലവ് ഡി, പിന്നെന്തോ അക്ഷയ്, ഇങ്ങനെ ഓരോ പേരുകൾ എഴുതിയിട്ടുണ്ട്. ഇവിടെയും ചെറിയൊരു അത് എനിക്കൊന്ന് മഴ പെയ്തങ്ങണ്ട് വെള്ളം കെട്ടി കിടക്കുന്നത്. അത് പിന്നെ ആവിയായി പൊക്കോളും. പിന്നെ ഈ മരം ഏതാണെന്ന് അറിയാവുന്നവരൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. കണ്ടോ ഇത് കണ്ടോ, പറങ്കി മാവ്. അതാണ് കണ്ടോ ഇതിൻ്റെ മേളിലുള്ള ഒരു ക്ഷേത്രമാണ്. ഈ ക്ഷേത്രത്തിലൊക്കെ പൂജ കർമ്മങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഫുൾ വ്യൂ ഏരിയ, ഫുൾ ഏരിയ നല്ല രസമുണ്ട്. ഇവിടെ ഫോട്ടോഗ്രാഫിക്കും മറ്റ് കല്യാണ ഫോട്ടോഗ്രാഫിക്കൊക്കെ വരുന്നവർക്കൊക്കെ നല്ലതാണ് കേട്ടോ. പിന്നെ ഇവിടുന്ന് ഇറങ്ങുന്ന കാര്യം ഇച്ചിരി ടഫാണ്. അപ്പം നോക്കി ഇറങ്ങി വേണം വരാനെ കൊണ്ട്. ഇച്ചിരി പാടാണ് ഇവിടുന്ന് ഇറങ്ങുന്നത്. സൂക്ഷിച്ചിറങ്ങണം. കല്ലും അതൊരു കുപ്പിച്ചില്ലൊക്കെ ഉണ്ട് കേട്ടോ. സൂക്ഷിച്ചിറങ്ങണേ. കുറേ വിനോദസഞ്ചാരികളൊക്കെ ഇവിടെ എത്തുന്നുണ്ട് കേട്ടോ. പിള്ളേർ ശരി കയറി പോകുന്നുണ്ടോ. അപ്പോൾ ആയിരവല്ലിയിലെ യാത്ര ഇന്നിവിടെ കഴിയാണ്. അപ്പോൾ അടുത്തൊരു യാത്രയായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും